ലഡാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലാണ്. മനോഹരമായ ഗോൾഡൻ ടെമ്പിളും പരിസരവും ഒരു ആത്മീയമായ വൈബ് തന്നെയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിഖ് മതത്തിൽ വിശ്വസിക്കുന്ന ഒട്ടനവധി പേരുടെ ആത്മീയ കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ. സരോവരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു തടാകം മനുഷ്യനിർമ്മിതമാണ്. അതുമാത്രമല്ല, ഗോൾഡൻ ടെമ്പിൾ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, ഇന്ദിരാഗാന്ധിയുടെ മരണം, അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ. അതിലൊക്കെ ഉപരിയായി മനോഹരം തന്നെയാണ് ഈ ഒരു ടെമ്പിൾ കാണാനും. അപ്പോൾ പഞ്ചാബിലെ കാഴ്ചകളെല്ലാം വിട്ട് ഞങ്ങളിപ്പോൾ ജമ്മു കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായ മലനിരകളും മറ്റും കണ്ടു തുടങ്ങിയിരിക്കുന്നു. മനോഹരം എന്നതിലുപരി അപകടം പതിയിരിക്കുന്ന വഴികൾ കൂടിയാണ് ഈ ഒരു റോഡുകൾ. ഏതു നിമിഷവും നിലംപൊത്താം എന്ന രീതിയിലുള്ള മലനിരകളാണ് ഇവിടെ ഒട്ടുമിക്കതും. എപ്പോഴും പാറകൾ വീണുള്ള അപകടങ്ങൾ സർവ്വസാധാരണമായ ഒരു വഴി കൂടിയാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ വഴി. ഇപ്പോഴേ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി മേളിലോട്ട് പോകും തോറും തണുപ്പിൻ്റെയും ഒരു ശ്വാസത്തിൻ്റെയും ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കൂടി വരും. വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു മൂമെൻറ്റിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരം തന്നെയാണ് ഈ മലനിരകളെ കാണാനും ഒക്കെ. ഇനി ഞങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു തുരങ്കപാത തുറന്നു നൽകുന്നത് ജമ്മു കാശ്മീർ എന്ന സ്വപ്നഭൂമിയിലേക്കാണ്. ആകെ മൊത്തത്തിൽ മാറി. മനോഹരമെന്ന് പറഞ്ഞാൽ തീരില്ല. ആ ഒരു വാക്കുകൊണ്ട് തീരാത്ത ഒരു ഭൂമിയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നിറയെ മലനിരകളും പച്ചപ്പാർന്ന പ്രദേശങ്ങളും പൈൻമരങ്ങളും ആപ്പിൾ തോട്ടങ്ങളും അതിൻ്റെ ഇടയിലെ ചെറിയ ചെറിയ ഗ്രാമത്തിലെ വീടുകളും നദികളും ഒക്കെയായി നല്ലൊരു ലാൻഡ്സ്കേപ്പുള്ള മനോഹരത്തിനപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ആ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ഭൂമിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ തന്നെ പഹൽഗാം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. ഒരുപാട് സിനിമ ചിത്രീകരണങ്ങളും ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകളും വ്യൂ പോയിൻറ്റുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പഹൽഗാം എന്ന് പറയുന്നത്. മനോഹരമാണ് ഈ ഒരു യാത്ര. ഒരു സൈഡിൽ നദിയാണെങ്കിൽ മറു സൈഡിൽ മലനിരകളും പൈൻ മരങ്ങളും ഇവിടുത്തെ തണുപ്പും ഒക്കെ കൂടെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു സ്വപ്നതുല്യമായ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ കേരളത്തിൽ നിന്ന് റൈഡ് ചെയ്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അവസാനം എത്തിയത് ഈ ഒരു വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അധികം മനോഹരമായ ഒരു പ്രദേശത്താണ് ഞങ്ങൾ ഇത്രയും നാളത്തെ റൈഡ് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എത്ര വർണ്ണിച്ചാലും കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഞങ്ങളെ കൺമുന്നിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി വലിയ നദികളും ആ നദികളെ മുറിച്ച് കടക്കുന്ന പാലങ്ങളും. പഹൽഗാം എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ടുള്ള യാത്രയിൽ ഞങ്ങളൊന്ന് ചെറിയൊരു ഇടവേള എടുത്തൊരു സ്ഥലമാണിത്. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി പൈൻമരക്കാടുകളും അതിനിടയിൽ ആടുകളെയും പോത്തുകളെയൊക്കെ മേയ്ക്കുന്ന ഒത്തിരി കർഷകരും. പിന്നെ മനോഹരം തന്നെയാണ് ഇവിടുത്തെ നദികളൊക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ. എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ മാത്രമായിട്ടുള്ള ഒരു സ്വപ്ന ഭൂമി. വെറുതെ അല്ല ഈ ഒരു ലാൻഡിന് വേണ്ടി പാകിസ്ഥാൻ അടിയുണ്ടാക്കണമെന്ന് വരെ ഇപ്പോഴും തോന്നിപ്പോവുകയാണ്. മനോഹരമായ നദികളും ആ നദികളുടെ കളകളമായ സൗണ്ടുകളും. ഒരു യാത്രികന് ഇതിൽ പരം ഒന്നും കിട്ടാനില്ല എന്ന് തന്നെ പറയാം.
സത്യം പറഞ്ഞാൽ കാഴ്ചകളുടെ ഒരു വല്ലാത്തൊരു ലോകം തന്നെയാണ് ജമ്മു കാശ്മീർ. ഒത്തിരി ചെടികളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലെ പൂക്കളും അരുവിയിൽ ശുദ്ധമായ ജലവും ആ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ടും ഒക്കെയായി മനോഹരം തന്നെയാണ് ഈ ഒരു പഹൽഗാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഇവിടുത്തെ ഒട്ടുമിക്കവരും ഉപജീവന മാർഗം ചെമ്മരിയാട് വളർത്തലും അങ്ങനെയുള്ള കാർഷികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഒത്തിരി ചെമ്മരിയാടുകളെയും അല്ലാത്ത ആടുകളെയും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നല്ല മനോഹരമായ ചെമ്മരിയാടുകളും ആ കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ ഇത്ര ദൂരത്ത് വന്ന് ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലേ വേറെയാണ്. മനോഹരം. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഈ ഒരു നിമിഷങ്ങളെ ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മതിയാക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്വപ്നം കണ്ട നിമിഷങ്ങൾ ഞങ്ങളുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പഹൽഗാമിൽ നിന്നും നമ്മൾ ഡാൽ ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കാശ്മീരിൻ്റെ സുന്ദരിയായ ഒരു നദിയാണ് ഡാൽ ലേക്ക്. മനോഹരമാണ് ഈ ഒരു ഡാൽ ലേക്ക് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ വിഷ്വൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു നിമിഷം നമ്മൾ സ്വപ്നം കണ്ട ഒരു നിമിഷമാണ്. എന്ത് പറയണമെന്നറിഞ്ഞൂടെ, ആ രീതിയിലുള്ള ഒരു വൈബാണ്. ഇതെല്ലാം ഞങ്ങളെ കൂടെ വന്ന ഫ്രണ്ട്സാണ്. അവരെ സുഭാഷിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവൻ്റെ കൂടെയാണ് ഞാൻ എത്തിയത്. ഇതെല്ലാം നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. കേരളത്തിൽ തന്നെ കോഴിക്കോട്, കണ്ണൂർ അവിടേക്കുള്ള ഫ്രണ്ട്സാണ് ഇതെല്ലാം. ഇവരെ എല്ലാവരും നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ റൈഡ് ഒന്നിച്ചായതും. അപ്പം ബാക്ക് ടു ഡാൽ ലേക്കിലോട്ട് തിരിച്ചു വരുമ്പോൾ ഡാൽ ലേക്കിലുള്ള പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ശിക്കാര റൈഡാണ്. ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. ഈ ഒരു നദി കൂടെ ഇങ്ങനെ ഒഴുകി നടക്കാൻ മനോഹരം തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും മലനിരകളും ആ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു ചിത്രം ക്യാൻവാസിൽ വരച്ചതുപോലുള്ള അതേപോലത്തെ ഒരു വൈബാർന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നതാണ് ഈ ഒരു ഡാൽ ലേക്ക്. ഒത്തിരി പേർ ഇവിടെ മീൻ പിടിക്കുന്നതും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതും കുങ്കുമപ്പൂവൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളാണ് ഈ ഡാൽ ലേക്കിൽ നടക്കുന്നത്. ഈ ഒരു കാണുന്ന വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഹൗസ് ബോട്ടുകളിലെല്ലാം നമുക്ക് സ്റ്റേ എടുക്കാൻ പറ്റും. വലിയ തുകയൊന്നും ആവത്തില്ല. നമ്മൾ 5-6 പേരുണ്ടെങ്കിൽ ഒരു 6-7 റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെ എല്ലാം സ്റ്റേ എടുക്കാൻ പറ്റും. അതിലുപരി മനോഹരം എന്ന വാക്ക് ഇനിയും ഞാൻ പറയും. ഈ ഒരു സീനൊക്കെ സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്വപ്നം കാണാത്ത നിമിഷങ്ങളാണ് ഇതെല്ലാം. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഡാൽ ലേക്ക് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ഈ ഒരു സമയത്ത് വന്നാൽ തണുത്തുറയാത്ത ഇതുപോലത്തെ മനോഹരമായ ഡാൽ ലേക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നവംബർ, ഡിസംബറോട് കൂടി തന്നെ പൂർണ്ണമായും ഉറഞ്ഞു പോകുന്ന ഒരു തടാകം കൂടിയാണ് ഈ ഒരു ഡാൽ ലേക്ക്. അതുകൊണ്ട് തന്നെ 2 സീസണിൽ നമുക്ക് വന്ന് ഈ ഒരു ഡാൽ ലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 സമയത്തും വന്ന് ഈ ഒരു ഡാൽ ലേക്ക് കാണുക. ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്ന് കണ്ട് ഇനി അടുത്തൊരു പ്രാവശ്യം ഞാൻ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഒരു ഡാൽ ലേക്ക് കാണാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാഴ്ചകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറെ ഏതോ ഒരു ലാൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. വേറെ ഏതോ ഒരു രാജ്യത്ത് കൊണ്ടുപോയ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒത്തിരി കാണാനുണ്ട്. ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഇതുപോലെ ഹിഡനായിട്ടും അല്ലാതെയും എല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെല്ലാം കാണണമെന്നുള്ള ഒരു ആവേശം ഉൾക്കൊള്ളുന്ന ഒരു നിമിഷമാണ് ഇതെല്ലാം. ഈ ഒരു കാഴ്ചകളെല്ലാം അങ്ങനെ ഒരു വൈബാണ് ഏതൊരു യാത്രികനും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഈ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം കണ്ട് എൻ്റെ കിളി പോയിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഞാൻ ഫീൽ ചെയ്ത് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശിക്കാര റൈഡിങ്ങിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടി. അതോടൊപ്പം ഒത്തിരി അരയന്നങ്ങളെ പോലത്തെ ദേശാടന പക്ഷികളെയും ആ ഒരു ചാറ്റൽ മഴയും ഡാൽ ലേക്കിൻ്റെ സൗന്ദര്യവും ഒക്കെ ഞങ്ങൾക്ക് ആസ്വദിക്കാനും കാണാനും പറ്റി. ഈ ഒരു ചാറ്റൽ മഴ
ആ ഒരു ചാറ്റൽ മഴ ക്രിയേറ്റ് ചെയ്ത വൈബും മറക്കാൻ ഒരിക്കലും കഴിയാത്തതാണ്. അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ ഡാൽ ലേക്കിൽ നിന്നും ഇനി ലഡാക്ക് എന്ന ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ മഴ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നും സോനാമാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അവിടെ എത്തി അവിടെ ഇന്ന് സ്റ്റേ ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. മഴയ്ക്ക് ശേഷമുള്ള ഈ ഒരു പർവ്വതങ്ങളുടെ ഈ ഒരു മലനിരകളുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കോടയും മഞ്ഞും എല്ലാം പുതച്ച് നിൽക്കുന്ന ഈ ഒരു മലനിരകൾ കാണുന്നത് പോലെ തന്നെ അപകടം പിടിച്ചൊരു കാര്യം കൂടിയാണ്. ഏത് നിമിഷവും പാറക്കല്ലുകൾ അടർന്ന് ഇങ്ങനെ നദിയിലേക്കും റോഡിലേക്കും വീഴാം എന്നുള്ളൊരു സാഹചര്യമാണ്. സത്യം പറഞ്ഞാൽ അവതാർ സിനിമയിലൊക്കെ പോയ അതേ ഒരു ലൊക്കേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഭൂമി എന്ന് തന്നെ ഈ ഒരു ജമ്മു കാശ്മീരിനെ പറയാം. നമ്മുടെ ഇന്ത്യയുടെ സ്വത്ത് തന്നെയാണ് ഈ ഒരു ജമ്മു കാശ്മീർ. ഒരിക്കലും നമ്മൾ ഈ ഒരു ജമ്മു കാശ്മീർ വേറെ ഒരു രാജ്യത്തിനും വിട്ടുകൊടുക്കുകയില്ല. പക്ഷേ അവർക്ക് വേണ്ടി അവർക്കും നമ്മളെ നാട് വന്ന് കാണാം. നമുക്ക് സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ കഴിയാം. അത് സത്യം പറഞ്ഞാൽ അതിർവരമ്പുകളില്ലാത്ത ഒരു രാജ്യം, ഒരു ലോകം കെട്ടി ഉയർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ കഴിയണം, എല്ലാം കാണാൻ കഴിയണം, എല്ലാം അനുഭവിക്കാൻ കഴിയണം, തുല്യരായി ജീവിക്കാൻ കഴിയണം എന്നൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. മോശം വഴികളാണ് സത്യം പറഞ്ഞാൽ, മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഒത്തിരി മോശമായിട്ടുള്ള വഴിയാണ്. മഴ നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ട്. ജമ്മു കയറിയത് മുതൽ മഴയാണ്. ഈ ഒരു മഴയത്തും നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ഈ ഒരു നിമിഷം എൻജോയ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം ചെളിക്കെട്ടും വെള്ളക്കെട്ടും അത് കുറ്റം പറയാൻ പറ്റില്ല. വലിയ വലിയ ലോറികളും കാര്യങ്ങളും എല്ലാം പോകുന്ന റൂട്ട് കൂടിയാണ്. അതുമാത്രമല്ലാതെ ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു വിളയാട്ടം കൊണ്ട് തന്നെ റോഡുകളൊന്നും സ്ഥിരമായി നിലനിൽക്കുകയില്ല. എങ്കിലും BRO ഈ ഒരു റോഡുകളെ ഭേദപ്പെട്ട രീതിയിൽ ടാർ ചെയ്ത് സംരക്ഷിച്ചു പോരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ നദികളൊക്കെ ഒഴുകുന്നുണ്ട്. ഫുള്ളും കുണ്ടും കുഴിയൊക്കെ ആണെങ്കിലും ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ മനോഹരമായ കാഴ്ചകളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കും. ഇവിടെ വലിയൊരു സ്പീഡിലൊന്നും വണ്ടി ഓട്ടിക്കാൻ കഴിയില്ല. ഒരു 40, 45, 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാലേ വണ്ടിയും സേഫ് ആവുള്ളൂ, നമ്മളും സേഫ് ആവുള്ളൂ. പിന്നെ എന്താ പറയുക, മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു റൈഡിങ് ടെറൈൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ലാൻഡ് നമുക്ക് നൽകുക. മഴ ഞങ്ങളെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കാഴ്ചകൾക്ക് ഒട്ടും തന്നെ കുറവില്ല. മഴത്തുള്ളികൾ ക്യാമറയുടെ ലെൻസിനെ മൂടുന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ഞാൻ മടിക്കാതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്നും മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ. റോഡ് നല്ല മോശമാണ്. ഇവിടെ നല്ല റോഡ് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഓരോ വർഷവും ടാറിങ് നടക്കുന്ന റോഡാണ്. വർഷം മുഴുവനും ടാറിങ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. കാരണം ലാൻഡ്സ്കേഡിങ് ഒക്കെ കൂടുതലാണ്. എപ്പോഴും പാറക്കല്ലുകൾ റോഡിലോട്ട് പതിക്കും. റോഡ് നശിച്ചു പോകും. ഇതുപോലെ മൺസൂൺ കാലം വരുമ്പോൾ റോഡ് ഒലിച്ചു പോകും. അങ്ങനെയുള്ളൊരു ടെറേനാണ്, ഒരു വ്യത്യസ്തമായ ഒരു ടെറേനിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. BRO പക്ഷേ ഈ റോഡുകളെല്ലാം വർഷം മുഴുവനും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മനോഹരമായ ഈ താഴ്വരകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഇനി സോനാമാർഗിലേക്കാണ്. മഴ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമായപ്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മലനിരകളും ലാൻഡ്സ്കേപ്പും പൈൻമരക്കാടുകളും തണുത്തൊരു അന്തരീക്ഷവും മൂടൽമഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ റോഡ് നല്ല കൃത്യമായി ഈ ഒരു വിഷ്വൽസ് എല്ലാം കണ്ട് തന്നെ പോകാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ.